നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ പേഴ്സണെ പറ്റി യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ഏത് സമയം കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതാണ്. ആരും യാതൊന്നും ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് റെസിനേറ്റ് ചെയ്യരുത്. ഒത്തിരി പേരുടെ എനർജീസ് വരുന്ന റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിൽ വിചാരിച്ച് നന്നായി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് റീഡിംഗ് കിട്ടാൻ വേണ്ടിയിരിക്കുക, പ്രാർത്ഥിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഇന്ന് എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്ന മെസ്സേജുകൾ ഇതൊക്കെയാണ്. വളരെ നല്ല എനർജീസ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം സത്യമാണ് എന്നാണ് പറയുന്നത്. വളരെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. വളരെ സിൻസിയറായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനായിട്ട് ഉള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഇത് കാണുന്ന എൻ്റെ വ്യൂവർക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. എൻ്റെ പേഴ്സൺ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എൻ്റെ പേഴ്സൻ്റെ സ്നേഹം സത്യമാണോ എന്നൊക്കെ വളരെ ആലോചിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ്. യാതൊരുവിധ ഡൗട്ടും വേണ്ട, ആ സ്നേഹം സത്യസന്ധമാണ് എന്ന് തന്നെ പറയാം. ഇൻറ്റൻസ് ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു, ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു. ശരിക്കും ഒരു പ്യുവർ ആയിട്ടുള്ള ലവ് ആണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല. ആ മൈൻഡിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളോടുള്ള ഫീലിങ്സും കെയറിങ്ങും ഒക്കെ ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. ട്രൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത്. വളരെ ട്രൂത്ത് ആയിട്ടുള്ളൊരു ലവാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി പറയുവാണെന്നുണ്ടെങ്കിൽ 2 ഓഫ് വാൺസ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കാട്ടി കൂടുതൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. വളരെ വിഷമത്തോടെ ഞാൻ എപ്പോൾ തിരിച്ചു വന്നാൽ ഇത് പഴയ പോലെ ആവാൻ പറ്റുമോ, അതൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് ആകാംക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ്. എത്രയും വേഗം നിങ്ങൾക്ക് ഒരു മെസ്സേജോ കോൾസോ എന്തെങ്കിലും ഉണ്ടാവും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. അത്രയധികം വിഷമിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. അടുത്തത് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് കാർഡാണ്. നിങ്ങൾ ഈ റിലേഷനിൽ എത്രമാത്രം വേദനിക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം ഓരോന്ന് ഓവർ തിങ്ക് ചെയ്ത് വിഷമിക്കുകയാണ്. എന്നാലും നിങ്ങൾ എന്തിനെക്കുറിച്ച് ഓർത്താണോ വിഷമിക്കുന്നത് അതിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് ആൻസർ തരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്യുവർ ലവ് ആയതുകൊണ്ട് അത് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ്, ഒരു സപ്പോർട്ട് വേഗത്തിലുണ്ടാവും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ റിലേഷൻ നന്നായിട്ട് എന്നും ലൈഫ് ലോങ് ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ഒരു സപ്പോർട്ടുള്ളൊരു ഇത് തന്നെയാണ്, റിലേഷൻ തന്നെയാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആവില്ല. ഇഷ്യൂസ് വരും, ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അതങ്ങനെയാണല്ലോ സ്നേഹത്തിൽ. വഴക്കുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ ആ ഒരു ഇൻറ്റിമസി അറിയാൻ പറ്റുള്ളൂ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂസ് ഉണ്ടായാലും നിങ്ങൾ പഴയ പോലെ രണ്ടുപേരും ഒരേ ഇഷ്ടത്തോടെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് കുറയ്ക്കണം. കാരണം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവും. ഈ റിലേഷനിൽ മാത്രമായിരിക്കില്ല അവർക്ക് ടൈം കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ഈ സെൽഫ് ഡൗട്ട് വെച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും നമ്മുടെ ആ ഒരു റിലേഷനിൽ വിള്ളൽ വീഴ്ത്തുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അതേപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലാക്കുക. നിങ്ങളൊന്ന് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ്. അതിൽ യാതൊരുവിധ കളങ്കവും ഇല്ലെന്ന് മനസ്സിലാക്കുക. പിന്നെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ റിലേഷനിൽ എപ്പോഴും ഉണ്ടെന്ന് വിചാരിക്കുക. ആ 2 കാര്യങ്ങൾ മാത്രം വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലൈഫിൽ നല്ലതേ വരുള്ളൂ. ഓവർ തിങ്കിങ് ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ അവരുടെ കരിയറിൽ ശ്രദ്ധിക്കുന്ന പോലെ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിൽ നിങ്ങളും ശ്രദ്ധിക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക.
അപ്പോഴേക്കും ഗീവ് ആൻഡ് ടേക്ക് ഒരേപോലെ ആകുമ്പോഴത്തേക്ക് സ്മൂത്തായിട്ട് റിലേഷൻ പൊക്കോളും, യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാകത്തുമില്ല. ഓക്കെ, ആരുടെ എനർജിയാണോ വന്നത് വളരെ നല്ലൊരു എനർജി ആയിരുന്നു. യൂണിവേഴ്സൽ സപ്പോർട്ട് നന്നായിട്ടുള്ളൊരു റിലേഷൻ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.